ശ്രീദേവി, മോള് വെക്ക്. വാസു, തനിക്ക് കുടിക്കാൻ വല്ലതും കിട്ടിയോ? പുറത്തൊന്നും ഇങ്ങനെ ഇറങ്ങി നടക്കണ്ട. സാർ, കഴിഞ്ഞ ലേലത്തിൽ കുഴപ്പമുണ്ടാക്കിയ ശ്രീകണ്ഠനാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അല്ലെന്ന് അയാൾ വാദിച്ചാൽ? സത്യം സാറിന് അറിയാമല്ലോ. ഈ റേഞ്ചിലെ 7-6 ഗ്രൂപ്പും ചുളുവിൽ വിളിച്ചെടുത്ത അയാൾക്ക് പാളയം ഗ്രൂപ്പ് കിട്ടില്ലെന്ന് കണ്ടപ്പോ ഗുണ്ടകളെ ഇറക്കി ചെയ്യിച്ചതാണ്. ആകട്ടെ കൈമൾ, അതിന് നിർത്തിവെച്ച പാളയം മാത്രം റിയോക്ഷൻ ചെയ്താൽ പോരെ? പോരാ സാർ. ജില്ലാ കളക്ടർ എന്ന നിലയിൽ സാർ പറയുന്ന അനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. പക്ഷേ ഇക്കാര്യത്തിൽ ശ്രീകണ്ഠൻ വിളിച്ചെടുത്ത അടക്കം വീണ്ടും ലേലം ചെയ്യണം. ഇല്ലെങ്കിൽ എക്സൈസ് ഉദ്യോഗസ്ഥന്മാരെന്ന് പറഞ്ഞ് ഞങ്ങൾ ഈ ഉടുപ്പും ധരിച്ച് നടക്കുന്നതിൽ അർത്ഥമില്ല സാർ. ഇത് ഡിപ്പാർട്ട്മെന്റ് ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് എടുക്കണം. ഓൾ റൈറ്റ്, എങ്കിൽ നിങ്ങൾ ഒരു റിപ്പോർട്ട് എഴുതരും. നിങ്ങളിവിടെ നിൽക്ക്. നമസ്കാരം. വരൂ, ഇരിക്കൂ. സാറിനോടൊരു കാര്യം പറയാൻ. എന്താ? സാറിനറിയാലോ, കഴിഞ്ഞ വർഷം സർക്കാരിൽ നിന്ന് ചാരായം കിട്ടാതെ എനിക്ക് ഒത്തിരി നഷ്ടം വന്നു. ഇത്തവണ അത് നികത്താനുള്ള ശ്രമത്തിലായിരുന്നു ഞാൻ. ഇന്ന് കേട്ടു ഞാൻ വിളിച്ചെടുത്ത ഷാപ്പുകൾ എനിക്ക് ഉറപ്പിക്കരുതെന്നും പറഞ്ഞ് സാറ് റിപ്പോർട്ട് ചെയ്തെന്ന്. ശരിയാണ്. എന്നെ ബുദ്ധിമുട്ടിക്കരുത് സാർ. എന്റെ പ്രയാസങ്ങൾ പറയണ്ട. പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ? എന്ത് ചെയ്താലും എന്റെ പ്രിൻസിപ്പൽ വിട്ട് ഇക്കാര്യത്തിൽ ഞാൻ പ്രവർത്തിക്കില്ല. എന്നങ്ങ് ഉറപ്പിച്ച് പറയാതെ. 5-8 കൊല്ലമായിട്ട് സാറിന് എന്നെ അറിയാമല്ലോ. ഇയാൾ കാണിച്ച നെറികേടുകൾ മുഴുവൻ അറിയാം. കൈമൾ സാർ, തന്റെ രാഷ്ട്രീയ സ്വാധീനവും പണത്തിന് തിളപ്പും കൊണ്ട് എന്ത് പോക്കൃത്തരവും കാണിക്കാമെന്ന് വിചാരിച്ചോ? അതിന് ഭയപ്പെടുന്നവനല്ല ഞാൻ. ഒരു ഡിപ്പാർട്ട്മെന്റിനെ മുഴുവൻ തന്റെ ചൊൽപ്പടിക്ക് നിർത്താമെന്നാണ് ഉദ്ദേശമെങ്കിൽ അതിന് എന്നെ കിട്ടില്ല. കിട്ടുവോ? തന്നെക്കാ വലിയവരെ ഇറങ്ങി പോണം മിസ്റ്റർ. എടാ കൈമളെ, നിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് മാസത്തിൽ 1000 ചില്ലുവാനും രൂപ ശമ്പളം വാങ്ങുന്ന തനിക്ക് ഈ മാളിക പണിയാൻ എവിടുന്നാണോ കാശ്? തന്റെ തറവാട്ട് സ്വത്തോ അത് തന്റെ അപ്പം സമ്പാദിച്ചോ? ശ്രീകണ്ഠൻ, നിന്റെ ഒരു പ്രിൻസിപ്പിൾ മൂത്ത പെണ്ണിന് ലക്ഷങ്ങൾ സ്ത്രീധനം കൊടുത്ത് കെട്ടിച്ചയക്കാനുള്ള പണം എവിടുന്നാടോ? എന്നെ പോലെയുള്ള പാവപ്പെട്ട അബ്കാരി കോൺട്രാക്ടർമാരെ ഞെക്കിപ്പിഴിഞ്ഞെടുത്ത കാശല്ലടോ. നിർത്തണോ? എനിക്ക് രാഷ്ട്രീയ സ്വാധീനം വേണ്ട. ഈ നിമിഷം നിന്നെ കുടുംബത്തോടെ വെട്ടിനുറുക്കാൻ ഇവര് മതി. ഇല്ലെങ്കിൽ നാളെ കാലത്ത് 10 മണിക്ക് താൻ എഴുതി കൊടുത്ത റിപ്പോർട്ട് പിൻവലിക്കണം. വാടാ. കുമാരേട്ടാ, വാസുവിന്റെ കാര്യം എന്താ? നീ ഇങ്ങനെ തീ തിന്നണ്ട. ആ കേസ് രാജിയായി. കൊള്ളാണോ കുമാരേട്ടാ? കുത്തുകൊണ്ടെന്ന് തന്നെയാ ഒത്തുതീർപ്പിന് ഇങ്ങോട്ട് വന്നത്. ശാരദ പോ, വാസു വീട്ടിൽ വന്നു. ഞാൻ DC ഒന്ന് വരട്ടിയപ്പോ നമ്മൾ വിളിച്ച ഷാപ്പുകൾ നമുക്ക് തന്നെ കിട്ടി. ഇനി പാളയമേ ബാക്കിയുള്ളൂ, അതും കിട്ടും. നീ ഒളിവിലായതുകൊണ്ട് സ്പിരിറ്റാ കിട്ടാത്തത്. ഞാൻ പോവാൻ മലയാളി. അതുകൊണ്ട് കാര്യമില്ല. അവിടുന്ന് സ്പിരിറ്റ് വരുന്ന KRC ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ടാവും. സ്വാമി. ഓ, ശ്രീയേട്ടൻ കുളിച്ചോ? ഇനി വാസു പോയിക്കോ. ബാംഗ്ലൂർക്ക് പോകേണ്ട ദിവസം ഞാൻ പറയാം. കനകത്തെ ഏൽപ്പിച്ചോളൂ. എന്താ ഇത്? KRCക്ക് കൊടുക്കാനുള്ള കാശാ. നമ്മൾ ഇന്ന് എസ്റ്റേറ്റിലേക്ക് പോകുന്നു, അയാൾ അവിടെ എത്തും. ഞാൻ ഇന്ന് കുറച്ച് കൂടുതൽ കുടിച്ചു. എന്നെ കാണാത്ത വിഷമം കൊണ്ടാ. ഇപ്പൊ തീർന്നില്ലേ വിഷമം? ആ, തീർന്നു. വാസുവേട്ടൻ പോയ പിന്നെ അച്ഛൻ ഇവിടെ കിടന്ന് ബഹളമായിരുന്നു. കണ്ടവർക്ക് വേണ്ടി വഴക്കിന് പോയിട്ട് വല്ലതും പറ്റിയാ അപ്പൊ ആരും ഉണ്ടാവില്ല നോക്കാൻ. ഒരാളുണ്ടാവും. ആര്? KRC എപ്പോ എത്തി? നിങ്ങൾ പോയ ഉടനെ.
ഹലോ സാർ. ഹലോ. ഞാൻ നമ്മുടെ ചാരായം മിക്സ് പண்ற സ്ഥലത്ത് പോയിരുന്നേ. കനകം എടുത്തു വെക്കേ. You see, Mr. Srikandan, big guns like politicians, government officials, factory owners, இவங்க எல்லாரும் சேர்ந்த சிண்டிகேட்ல நான் ஒரு சின்ன ஏஜென்ட். இந்த மாசம் சப்ளை பண்ண ஃபுல் ஸ்பிரிட்டுக்கு மொத்த பேமெண்ட் வாங்காம நான் பெங்களூர் போவே முடியாது. எல்லாரும் சேர்ந்து என்ன கொலையே பண்ணி போட்டுடுவாங்க. എന്റെ പണം കിട്ടാത്തതുകൊണ്ട് കയർത്തി ചാവണ്ട. നെക്സ്റ്റ് ലോഡ് എപ്പോ അത് ചൊല്ല്. ഇങ്ക സ്പിരിറ്റ് കൊഞ്ചം കൂടെ ഇല്ലേ. முதல்ல பணம் கொடுங்க, அப்புறம் லாரி அனுப்புங்க, ஸ்பிரிட் தானா வரும். സാർ, നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ തെറ്റാണെന്ന് തോന്നുന്നു. 3-4 മണിക്കൂറായില്ലേ നമ്മളിവിടെ. വെയിറ്റ് മിസ്റ്റർ ജയപ്രകാശ്, എനിക്ക് വിവരം തന്നവർക്ക് പിഴക്കില്ല. നിർത്താൻ. ചാക്കോയോ എവിടെ വെച്ച്? സാർ എവിടുന്ന് കൈ കാണിച്ചെന്ന് ഞാൻ കണ്ടില്ല. സാർ, ഇത് കാലിയാ. ആ കനകം, ഞാനിപ്പോ വരാം. എക്സൈസുകാരെ വെട്ടിക്കാൻ ചാക്കോ എടുത്തൊരു പ്ലാനാ. വഴിയിൽ സ്ക്വാഡുകാർ നിൽക്കുന്ന വിവരം ഞങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു. ഒരു പിടിയെടുത്ത് മുതലാളി ശമ്പളം തരുന്നത് ഈ ജോലിക്കല്ല. എന്നിട്ടെന്താ ഞാൻ ഇങ്ങോട്ട് പോന്നു. ഞാനൊരു മണങ്ങ. ഇങ്ങനെ ഒരു ചിന്ത പുള്ളിക്കാരത്തിന്റെ മനസ്സിലുണ്ടെന്ന് ഇതുവരെ ഞാൻ മനസ്സിലാക്കിയില്ലല്ലോ. നാണം കെട്ടെന്ന് വഴങ്ങിക്കൊടുത്തിട്ടും ശ്രീകണ്ഠൻ എന്നെ ഉപദ്രവിക്കുകയാണ് സാർ. ഇപ്പൊ അങ്ങനെ തിരുവനന്തപുരത്തിന് പോയത് എന്നെ സ്ഥലം മാറ്റാനാണെന്നാ കേട്ടത്. സാർ കാര്യത്തിലൊന്നും ഇടപെട്ട്. കൈമളെ, ശ്രീകണ്ഠനും ഞാനും തമ്മിലുള്ള അടുപ്പവും സ്നേഹവും വെച്ച് പ്രത്യക്ഷത്തിൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ ഒക്കില്ല. എന്നാൽ നിങ്ങളുടെ സ്ഥലം മാറ്റം ഒഴിവാക്കാൻ ഞാൻ ശ്രമിക്കാം. മതി സാർ. പക്ഷേ മേലിൽ ശ്രീകണ്ഠനെ ഉപദ്രവിക്കില്ല എന്ന് എനിക്ക് ഉറപ്പു തരണം. ഞാൻ ആരെയും ഉപദ്രവിക്കുന്ന പ്രകൃതക്കാരനല്ല സാർ. മതി. ആ, നമ്മുടെ പഠിപ്പൊക്കെ എവിടെ വരെയായി? അത് നിർത്തി. വരട്ടെ. നടുവട്ട ഉപഷാപ്പിന്ന് 3680. അവിടെ പണിക്കാരുടെ കുഴപ്പമുണ്ട്. മുതലാളി എപ്പോഴാ വരിക? മന്ത്രിയെ കാണണമെന്ന് പറഞ്ഞാ പോയത്. നാളെയോ മറ്റോ എത്തുമായിരിക്കും. മൊത്തം കണക്ക് ശരിയല്ലേ? ഇന്നെന്താ ചാക്കോ പിരിവുമായിട്ട്? കൂട്ടുകാരൻ എന്തി? വാസു ഒരു പാവാണ്. അല്ലേലും അവൻ ഈ വിഷയത്തില് വലിയ വിവരജ്ഞാനൊന്നും ഇല്ല. പിന്നെ പേടിയും കാണും.
എന്താ താൻ? വാസു എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു. ഇവിടത്തേക്ക് അങ്ങനെ ഒരു മോഹം ഉണ്ടെങ്കിൽ ഞാനില്ലേ? പേടിക്കണ്ടേ, ഞാൻ ആരും പറയില്ല. അടിക്കരുത് അവനെ. വാസു, അപ്പൊ നീയും എന്റെ ഭാഗത്താണോ? എങ്കിൽ ഇറങ്ങി പോകാൻ രണ്ടും. എത്ര നേരമായി ഈ ഇരിപ്പ്? നിങ്ങൾക്കൊന്നും കഴിക്കണ്ടേ? നമ്മൾ ഇനി എന്ത് ചെയ്യടാ വാസു? പോവാൻ പറടാ. ശ്രീകണ്ഠൻ അവിടെ പട്ടച്ചാരായം വെക്കുമ്പോ നമ്മൾ ഇവിടെ കള്ളച്ചാരായം കാച്ചി വെക്കും. പഠിച്ചതുള്ളി ഞാനും നീ മറന്നിട്ടില്ലല്ലോ. കഴിഞ്ഞ 8 വർഷമായിട്ട് ഈ റേഞ്ചിലുള്ള എല്ലാ ചാരായ ഷാപ്പും ലേലം വിളിച്ചെടുത്ത് നടത്തുന്നവനാ ഞാൻ. ഇന്ന് വരെ ഒരു ആവശ്യമായിട്ട് ഞാൻ ഈ ആഫീസിൽ കാലുകുത്തിയിട്ടില്ല. ഇന്ന് വന്ന എന്തിനാണെന്നറിയാമോ? അടുത്ത ഓപ്ഷന്റെ കാര്യം അല്ല, കള്ളവാറ്റ്. നിങ്ങളെ കൊണ്ട് നിർത്താൻ പറ്റൂല്ലയോ? പറയണം. ഇല്ലെങ്കിൽ എനിക്കറിയാൻ വഴി. വേണ്ട സാർ, ഞങ്ങൾ വേണ്ട ചെയ്തോളാം. കൊണ്ടുവരുന്നുണ്ട്. പൊന്ന് സാറേ, ഇനി അടിക്കരുത്. ജീവിക്കാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട് മാറ്റിപ്പോയതാണ്. ജീവിക്കാൻ വേറെയും ജോലി ചെയ്തിരുന്നല്ലോ താൻ. അന്ന് ടാങ്കർ ലോറിയുമായിട്ട് വന്ന് എന്നെ വിട്ടിയാക്കിയത് താനല്ലേ? ഇയാള് വലിയ കത്തിക്കുത്തുകാരൻ. അത് ശ്രീകണ്ഠ മുതലാളി പറഞ്ഞിട്ട് ചെയ്തു പോയതാണ് സർ. അറിയാം. മേലിൽ നിങ്ങൾ കള്ളച്ചാരായം വാറ്റുകയോ വിൽക്കുകയോ ചെയ്യരുത്. കുരിശുമല മുത്തപ്പനാണ് സത്യം. ഇനി ഞങ്ങൾ ചെയ്യില്ല. പാളയം ഷാപ്പ് ഇത്രയും കുറഞ്ഞ തുക കിട്ടുമോ? ടെൻഡർ അല്ലേ സ്വാമി, നിങ്ങളത് സീൽ ചെയ്തോളൂ. മത്സരിക്കാൻ ആളുണ്ടെന്ന് കണ്ടാൽ ലേലത്തിൽ നമുക്ക് കൂട്ടി വിളിക്കാലോ. എന്നാലും ഒരു സന്ദേഹം. ആരും വരില്ലടോ പട്ടരെ. എല്ലാറ്റിനും ഞാൻ ഒതുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ ലേലം നിർത്തിവെച്ച പാളയം ഷാപ്പാണ് വിളിക്കുന്നത്. ഇനി ആരാണ് ടെൻഡർ തരാനുള്ളത്? ഒരു 1,50,000. 55. 1,55. 1,60. 1,60. കഴിഞ്ഞ തവണ മിസ്റ്റർ ജോർജ് കുട്ടി 1,80 വരെ വിളിച്ചിരുന്നല്ലോ. നിങ്ങൾ എന്തിനാ അയാളെ നോക്കുന്നത്? അയാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അയാൾ വിളിക്കും. 1,60 ഒരു വട്ടം, 1,60 രണ്ടു വട്ടം. ഇനി ടെൻഡർ പൊട്ടിക്കാം.
1,60,65,000 മിസ്റ്റർ DM ജോർജ്. 1,70,75,000 മിസ്റ്റർ ശ്രീകണ്ഠൻ. തീർന്നില്ല, നിങ്ങൾ ആരും ബഹളം വയ്ക്കരുത്. ഒരു ടെൻഡർ കൂടി പൊട്ടിക്കാനുണ്ട്. എല്ലാവരും ഇരിക്കണം. ഇനി ആരാ ടെൻഡർ? $2,10,000. ആരുടെ അത്? മിസ്റ്റർ MK വാസു ആൻഡ് മിസ്റ്റർ PC ചാക്കോ. ഞാനാണ് നിങ്ങൾക്ക് പണം വാങ്ങിച്ചു തന്നതെന്ന് ആരും അറിയരുത്. പറഞ്ഞതുപോലെ മാസാമാസം ആ പണം തിരിച്ചു കൊടുക്കണം. തീർച്ചയായും സാർ. സാറ് ചെയ്ത ഈ വലിയൊരു സഹായം നിങ്ങളെ സഹായിക്കായിരുന്നില്ല. ഉപദ്രവിക്കരുത്. ഉപദ്രവിച്ചോ? ഈ വേഷം ഇനി എനിക്ക് ചെയ്തിട്ടില്ല മാധവി. എന്താണ് അവിടുത്തെ പിരിവ്? 4 ബഷാപ്പ് കൂടെ തുടങ്ങി. തന്റെ കൂട്ടുകാരനോടെ വാസു. വാസുട്ടാ, എന്താടാ? നിങ്ങളുടെ ഷാപ്പിൽ അടി നടക്കുന്നു ഫോൺ വന്നിരിക്കുന്നു. ഞാൻ പോയിട്ട് വരാം. വാസു, അരുത്. ഞാൻ കൂടെ പുറത്തു വന്നോട്ടെ. എന്ത് ചെയ്യുന്നതും നമ്മൾ ഒരുമിച്ച് മതി. എടാ വാസുവേ, നീ വലിയ ഷാപ്പുകാരനായ പിന്നെ ഇങ്ങോട്ടൊന്നും കാണുന്നേ ഇല്ലല്ലോ. ആ ചാക്കോന്റെ അസുഖം എങ്ങനെയുണ്ടടാ? ചാക്കോയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയല്ലോ. ഷർട്ടും കൊടുത്തു. ഏതാ വേണ്ടത്? എപ്പോഴും വന്ന് മാറ്റാൻ നോക്കൂല. എല്ലാം ഞാൻ കൊണ്ടുപോവാ. എന്നാ ഇതും കഴിച്ചു തന്നേക്ക്, ഞാൻ അലക്കിയിട്ടേക്കാം. വേണ്ട, ലോഡ്ജിൽ ഡോബിണ്ട്. ഞങ്ങളുടെ ചാരായക്കട അടിച്ച് പൊളിച്ചില്ലേ? ആ കണക്ക് തീർന്നത് നിന്റെ അമ്മാവ് ശ്രീകണ്ഠനോട് പോയി പറ. മണികണ്ട, ഇതിലെ സ്പിരിറ്റ് മാത്രമേ ഞങ്ങൾ എടുക്കുന്നുള്ളൂ. ലോറി നാളെ കടപ്പുറത്ത് കാണും. എനിക്ക് നഷ്ടപ്പെട്ട സ്പിരിറ്റിന്റെ കണക്കല്ല, വാസുവിനെ. അവനെ തീർത്തിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നാ മതി. അളയാ, നീ ഓവർ അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോയി വിടാം. ഇല്ലളിയാ, ഞാൻ ഓവറാണ്. എന്നാ പോയിക്കോ. ഓട്ടെ.
തുടക്കത്തിൽ നിങ്ങൾ എന്റെ ഷാപ്പിലേക്ക് പിക്കറ്റിങ്ങിന് ആളെ അയച്ചു. അത് കഴിഞ്ഞ് എന്റെ കൂട്ടുകാരനെ തല്ലിച്ചതച്ചു. നിങ്ങൾ എന്റെ ചാരായക്കട തല്ലി തകർത്തു. അതിന്റെ കണക്കുകൾ നമ്മൾ തമ്മിൽ തീർത്തതാണ്. പിന്നെ നിങ്ങൾ തുടങ്ങി. ഇതോടെ നിർത്തണം.